ശ്രീ രശ്മിനാഥ്, നമസ്കാരം സർ. നമസ്കാരം. സർ, നമുക്ക് ഈ കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ പദ്ധതികളുടെ വിഷയം വരുമ്പോഴേക്കും കേന്ദ്ര പദ്ധതികൾ സ്വന്തം പേരിലേക്ക് മാറ്റുക, വലിയ ഫ്ലെക്സ് വെക്കുക, മാത്രമല്ല അതിന് കിട്ടുന്ന പദ്ധതി വിഹിതം കൃത്യമായ പദ്ധതിക്ക് വിനിയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളുമാണ്, തെളിവുകളുമുണ്ട്. ഇപ്പോ ആശാ വർക്കർമാരാണ് ആ ഒരു മനോഭാവത്തിന്റെ ഏറ്റവും പുതിയ ഇരകൾ. അവരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ 21 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കാണുന്നു അവർ കെട്ടിയ മഴയും വെയിലും നനയാതിരിക്കാൻ കിട്ടിയ ടാർപോളിനൊക്കെ പോലീസ് അഴിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഈ പ്രതികാരം അങ്ങനെ അവിടെ നിന്ന് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണ് ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു അവിടുത്തെ ആശാ വർക്കർമാരുടെ ആനുകൂല്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു എന്ന് ഇന്നലെ വാർത്ത വരുന്നത്. പക്ഷേ ഈ പിണറായി സർക്കാർ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് ഏറ്റവും അധികം വേതനം രാജ്യത്ത് തന്നെ ലഭിക്കുന്ന കേരളത്തിലെ ആശാ വർക്കർമാർക്കാണ്. കേരളം നമ്പർ 1 എന്ന് പറയുന്നതിന്റെ പല വേർഷനുകളാണ്. എന്തായാലും ഇവിടെ എന്താണ് ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൽ ഫലപ്രദമായ എന്തെല്ലാം ഇടപെടലുകളാണ് അതിൽ വേണ്ടപ്പെട്ടവർ നടത്തേണ്ടത്? താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ആശാ വർക്കർമാരുടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് അവരെന്ത് ആവശ്യത്തിനാണ്, എന്തിന്റെ പേരിലാണ് സമരം നടത്തുന്നത് എന്നുള്ളത് പൊതുസമൂഹം ഇപ്പൊ നോക്കിക്കാണുന്നുണ്ട്. കാരണം അവരാണ് യഥാർത്ഥത്തിൽ താഴെത്തട്ടിലെ പൊതുസമൂഹത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിനുള്ള പരിഹാരം കാണാനും അത് വേണ്ട നിർദ്ദേശങ്ങൾ മേലധികാരികൾക്ക് അതിന്റെ അറിയിപ്പ് നൽകാനും ചെയ്യുന്ന ഒരു വിഭാഗം തന്നെയാണ് ആശാ വർക്കർമാർ. സ്വാഭാവികമായിട്ടും കേരളം നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ആ നമ്പർ 1-നെ നമ്പർ 1 ആക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗം തന്നെയാണ് ആശാ വർക്കർമാർ. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അവരോട് ചർച്ച ചെയ്യുവാനും അതിന് വേണ്ട പരിഗണന നൽകാനും കേരളത്തിലെ ഗവൺമെന്റ് നിർബന്ധമായിട്ടും തയ്യാറാകേണ്ടതുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരത്തോട് വളരെ നിഷേധാത്മകമായിട്ടുള്ള, പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടുള്ള പകപോക്കൽ സമീപനമാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ്, ജനകീയ സർക്കാർ എന്ന് സ്വയം പറയുന്ന കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് നൽകുന്നില്ല. 100 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് ആശാ വർക്കർമാർക്ക് നൽകേണ്ട കുടിശ്ശികയുണ്ട് എന്നാണ് കേരളത്തിലെ ഗവൺമെന്റ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ 20 MP-മാരെയും അതോടൊപ്പം തന്നെ അവിടുന്ന് പോയിട്ടുള്ള രാജ്യസഭാ MP-മാരെയും ഒരു യോഗം വിളിച്ചുകൊണ്ട് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഇത്തരത്തിലൊരു ആവശ്യം ഈ കേരളത്തിലെ ഗവൺമെന്റ് നടത്താൻ വേണ്ടി തയ്യാറാകുന്നില്ല? അത് തയ്യാറാകാത്തതിന്റെ യഥാർത്ഥ കാരണം നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിലൊരു 100 കോടി രൂപയുടെ കണക്ക് കെട്ടുകഥയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് 3 ലക്ഷം കോടി രൂപയുടെ റോഡ് വികസന പദ്ധതികൾക്കായിട്ടുള്ള ഒരു ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകിയിട്ടുള്ളത്. ആ ഫണ്ടിൽ നിന്ന് എത്ര രൂപ അടിച്ചു മാറ്റി ഇവർ വകമാറ്റി ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഇനി കേരളം കാണേണ്ടത്. ഓരോ കാര്യത്തിനു വേണ്ടിയും കേന്ദ്രം കൊടുക്കുന്ന ഫണ്ട്, ആ ഫണ്ടിന്റെ കൃത്യമായ കണക്ക് ഏതൊരു സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിനും നൽകേണ്ടതുണ്ട്. അത് നൽകാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് കേരളം സ്വയം വരുത്തി വെച്ചിരിക്കുന്നത്. നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചല്ലോ, ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു സർക്കാർ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. കൂടുതൽ പ്രഖ്യാപിക്കും. കാരണം അവർക്ക് ആ നാട്ടിലെ ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കണമെന്നുണ്ട്, അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കണമെന്നുള്ളൊരു ലക്ഷ്യബോധം ആ ഗവൺമെന്റിനുണ്ട്. ആ സംസ്ഥാന സർക്കാരിന്റെ ആ ഒരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ആശാ വർക്കർമാർക്ക് വേണ്ട സഹായങ്ങൾ കൂടുതൽ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. കേരളം നമ്പർ 1 ആണെന്ന് പറയുന്നു. കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാർക്ക് വേതനം നൽകുന്നത്, ഓണറേറിയം നൽകുന്നതെന്നാണ് മന്ത്രി വീണ ജോർജും അതുപോലെ ധനകാര്യ വകുപ്പ് മന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ജീവിത സാഹചര്യങ്ങളാണോ മറ്റ് സംസ്ഥാനങ്ങളുള്ളത്? കേരളത്തിൽ ഒരു സാധനം നമുക്കൊരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആന്ധ്രയിൽ നിന്നോ തമിഴ്നാട് നിന്നോ കർണാടകയിൽ നിന്നോ അരിയും പച്ചക്കറിയും വന്നെങ്കിൽ മാത്രമേ നമുക്ക് കഴിക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തെ തികച്ചും ഒരു ഉപഭോക്തൃ സംസ്ഥാനമാക്കി മാറ്റിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷ സർക്കാരുകൾക്ക് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, EMS മന്ത്രിസഭ ഈ കേരളത്തിൽ അധികാരത്തിലെത്തുമ്പോൾ എത്ര ഹെക്ടർ ഭൂമി, പാടശേഖരങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു? ആ കാലഘട്ടം മുതൽ ഇന്ന് പിണറായി സർക്കാർ ഭരിക്കുന്ന ഈ കാലഘട്ടം വരെ എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ എത്ര ഹെക്ടർ ഭൂമി, പാടശേഖരങ്ങൾ ഈ കേരളത്തിലുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. എത്ര കൃഷി ഇവിടെ നടത്താൻ വേണ്ടി അവര് അനുവാദം നൽകിയിട്ടുണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം. അനുവാദം നൽകിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ പ്രത്യേകിച്ചുള്ള ഒരു കാരണം,
കേരളത്തിലെ എന്ത് പ്രവർത്തനങ്ങൾ വരുമ്പോഴും അവിടെയെല്ലാം ചെങ്കൊടി കൊണ്ട് സ്ഥാപിച്ച് യൂണിയൻ ഉണ്ടാക്കി ആ പ്രവർത്തനത്തെ മുരടിപ്പിക്കുന്ന പരിപാടി മാത്രമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നാളിതുവരെയായിട്ട് നടത്തിയിട്ടുള്ളത്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. മറ്റൊരു സംസ്ഥാനത്തും ആ പ്രശ്നങ്ങളില്ല. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള തൊഴിലാളി സമരങ്ങൾ നടക്കുന്നില്ല? എന്നിട്ട് അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം, തൊഴിലാളികളുടെ ജീവിത നിലവാരം താഴെയാണോ പോയിട്ടുള്ളത്? ഏറ്റവും ഉയർന്ന രീതിയിൽ തന്നെയല്ലേ തമിഴ്നാട്ടിൽ പോകുന്നത്? ആന്ധ്രയിൽ അത്തരത്തിൽ തന്നെയല്ലേ പോകുന്നത്? കർണാടകയിൽ അങ്ങനെയല്ലേ പോകുന്നത്? എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം, അവസ്ഥാവിശേഷം വന്നു എന്ന് കേരളത്തിലെ പൊതുസമൂഹം ഇരുത്തി ചിന്തിക്കേണ്ട സാഹചര്യം കൂടിയാണ്. ആശാവർക്കർമാരുടെ കാര്യത്തിൽ എത്ര രൂപ ഓണറേറിയമാണ് അവർ കൂട്ടി ചോദിക്കുന്നത്? ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരു പണിയും എടുക്കാതെ ഡൽഹിയിൽ പോയി ഇരിക്കുന്ന ഒരു കേരള സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയെ, ഒരാവശ്യമില്ലാത്ത പ്രതിനിധിയെ അവിടെ നിയമിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ശമ്പളം കൂട്ടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം അവിടുന്ന് കേരളത്തിന് വേണ്ടി ചെയ്യുന്നത്? എന്നാൽ അദ്ദേഹം ആശാവർക്കർമാരുടെ ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒന്നും സാധിച്ചിട്ടില്ല. ഈ കേരളത്തിന്റെ ഖജനാവ് കാലിയാക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിൽ പ്രവർത്തനം നടത്താമെന്ന് റിസർച്ച് നടത്തുന്ന ഒരു കൂട്ടം ആളുകളായി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് മാറി എന്നുള്ളതാണ് ഇപ്പോഴുള്ള യാഥാർത്ഥ്യം. ഓക്കെ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു സമരത്തിന് ഒരു പരിഹാരമാകാൻ വേണ്ടിയിട്ട് താങ്കളൊക്കെ അതിൽ ഫലപ്രദമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അല്ലെങ്കിൽ സർക്കാരിന് മുന്നിലേക്ക്? എല്ലാം അറിയാവുന്നവരാണ് ഇടതുപക്ഷ സർക്കാർ എന്നാണ് വയ്പ്. പക്ഷേ എന്തെല്ലാമാണ് ഇത് അവരെ അധികം വിഷമിപ്പിക്കാൻ? നേരത്തെ പറഞ്ഞാൽ ഈ മഴയും വെയിലും കൊള്ളാതിരിക്കാൻ അവർ കെട്ടിയ ടാർപോളിൻ വരെ അഴിച്ചു മാറ്റി എന്ന് പറയുമ്പോൾ എന്ത് നീതി പ്രതീക്ഷിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിനെന്താണ് ഒരു പരിഹാരം? ഇത് കേൾക്കുമ്പോൾ തികച്ചും ഒരു പരമപുച്ഛമാണ് ഈ സർക്കാരിനോട് തോന്നുന്നത്. ആ പ്രസ്ഥാനത്തോടും അവരുടെ സർക്കാരിനോടും പരമപുച്ഛമാണ് തോന്നുന്നത്. കാരണം കേരളത്തിലെ നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി, നവോത്ഥാനത്തിന് നേതൃത്വം നൽകി എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഇവിടുത്തെ തൊഴിലാളികളുടെ സമരത്തോട് ഏത് രീതിയിലാണ് പെരുമാറുന്നത് നമുക്ക് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരവരുടെ ആവശ്യങ്ങൾ തികച്ചും ജനാധിപത്യ രീതിയിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മീനച്ചൂടിലേക്ക് കടന്ന ഈ സമയത്ത് അവര് ആശാവർക്കർമാർ കേരളത്തെ നമ്പർ 1 ആക്കാൻ വേണ്ടി, ആരോഗ്യരംഗത്ത് നമ്പർ 1 ആക്കാൻ വേണ്ടി വെയിലും മഴയും കൊണ്ട് നടക്കുന്ന, വീട് തോറും കയറി ഇറങ്ങി നടക്കുന്ന ഈ ആശാവർക്കർമാർക്ക് ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന ഈ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഈ ഒരു നടപടി അങ്ങേയറ്റം, എന്താ പറയാ, അങ്ങേയറ്റം വളരെ മൃഗീയമായിട്ടുള്ള ഒരു നടപടിയായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതിന് പരിഹാരം എന്ന് പറയാനുള്ളത്, അവർ കൃത്യമായി കേരളത്തിന് കണക്ക് കൊടുക്കണം. കേരളം കേന്ദ്രത്തിന് കണക്ക് കൊടുക്കണം. കേന്ദ്ര ഗവൺമെന്റ് ആശാവർക്കർമാർക്ക് വേണ്ടി നൽകിയിട്ടുള്ള പണം എന്ത് ചെയ്തു, അത് ഏത് രീതിയിൽ ചെലവഴിച്ചു, എങ്ങനെയാണ് കേരളത്തിന് 3 മാസത്തെ കുടിശ്ശിക ഏറ്റവും ചുരുങ്ങിയത് വരാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്, കേന്ദ്രം നൽകാത്തത് കൊണ്ടാണോ കുടിശ്ശിക വന്നത്? ഇത് കൃത്യമായ കണക്ക് കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചാൽ പിറ്റേ നിമിഷം തന്നെ ഞാൻ വിശ്വസിക്കുന്നു പിറ്റേ നിമിഷം തന്നെ കേന്ദ്ര ഗവൺമെന്റ് അതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് വരും. കാരണം കണക്ക് കൊടുക്കണം. ആശാവർക്കർമാർക്ക് നൽകി കൊടുത്തിട്ടുള്ള പണം ആശാവർക്കർമാർക്ക് തന്നെ നൽകണം. അല്ലാതെ മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. മന്ത്രിമാർക്ക് പുതിയ ലക്ഷറി കാറുകൾ, യാത്ര ചെയ്യാൻ കാറുകൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കരുത്. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആശാവർക്കർമാരെ സംരക്ഷിക്കാൻ കൊടുക്കുന്ന പണം അതേ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് കൊടുക്കാൻ ഇവിടുത്തെ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വിരോധാഭാസം ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്, മന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുള്ളത്, ആശാവർക്കർമാരുടെ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാനും കേന്ദ്രത്തിന്റെ മുന്നിൽ സമരം ചെയ്യാൻ ഈ ആശാവർക്കർമാർ പോവുകയാണെങ്കിൽ അവരുടെ കൂടെ മന്ത്രിയും പോകുന്ന പറഞ്ഞത്. ചങ്കൂറ്റമുണ്ടെങ്കിൽ, മന്ത്രിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ മന്ത്രി ചെയ്യേണ്ടത് ഈ ആശാവർക്കർമാരെ മുഴുവൻ മന്ത്രിയുടെ ചെലവിൽ ആ കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ചങ്കൂറ്റം കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അവർ ചെയ്യുന്നില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് കേന്ദ്രത്തിനെ കുറ്റം പറയുന്നു. കേന്ദ്രം നൽകുന്ന പണം മുഴുവൻ അടിച്ചു മാറ്റി അവര് മറ്റു രീതിയിലേക്ക് ചെലവഴിക്കുന്നു. ഇത് ശരിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. യഥാർത്ഥ രീതിയിൽ എങ്ങനെയാണോ ചെലവാക്കേണ്ടത് ആ രീതിയിൽ തന്നെ ചെലവാക്കിയാൽ ഒരു പ്രശ്നവും ഇവിടെ വരാൻ പോകുന്നില്ല. ഇതിനേക്കാൾ ആളുകളുടെ എണ്ണം കൂടുതലുള്ള നിരവധി സംസ്ഥാനത്ത് ആശാവർക്കർമാരുണ്ട്. ഇതിനേക്കാൾ വലിയ വലിയ സംസ്ഥാനങ്ങളുണ്ട്. അവിടെ ഒന്നും എന്താ കേന്ദ്രം പണം കൊടുക്കുന്നില്ലേ? കേന്ദ്രം പണം കൊടുക്കാത്തത് കൊണ്ടാണോ? അവിടെ ഒന്നും ഒരു പ്രശ്നമില്ലല്ലോ. എല്ലാ സംസ്ഥാനവും BJP അല്ലല്ലോ ഭരിക്കുന്നത്. തമിഴ്നാട്ടിൽ BJP അല്ല ഭരിക്കുന്നത്. കർണാടകയിൽ BJP അല്ല ഭരിക്കുന്നത്. കോൺഗ്രസും ഇടതുപക്ഷവും അല്ലെങ്കിൽ BJP ഇതര കക്ഷികൾ ഭരിക്കുന്ന, പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ട്.
അവിടെ ഒന്നുമില്ലാത്ത പ്രശ്നം എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കേരളത്തിന്റെ ഗവൺമെന്റിന്റെ മിസ്മാനേജ്മെന്റ് കൊണ്ടാണ് ഇത്തരത്തിലൊരു അവസ്ഥാവിശേഷം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ളത്. അതിന് പരിഹാരം കാണാൻ കേരളത്തിന് മാത്രമാണ് സാധിക്കുക. അവരായിട്ടുണ്ടാക്കി വെച്ച ആ ഒരു പ്രശ്നം അവർ തന്നെ പരിഹരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേന്ദ്ര പദ്ധതികളുടെ നടത്തിപ്പിന്റെ കൃത്യമായ കണക്കുകൾ കൊടുക്കണം. ഈ ചാനൽ മൈക്കുകളുടെ മുന്നിൽ വന്നിരുന്ന വീരവാദം പറയൽ മാത്രമല്ല ചെയ്യുക എന്നുള്ളതാണ്. വ്യക്തമാണ് സർ. വളരെയധികം നന്ദി. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.